രാജ്യത്തെ ജാതി സെൻസസ് നടപ്പിലാക്കാതെ മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ എന്നത് സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെങ്കിലും നേട്ടം ഇത് ആർക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ സെൻസസിന് ശേഷവും ജനസംഖ്യാനുപാതികമായി വേണം മണ്ഡലങ്ങളുടെ എണ്ണം കണക്കാക്കാൻ. 1951, 61, 71 സെൻസസുകൾക്ക് ശേഷം കൃത്യമായി ഇത് നടക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 2001 വരെ പുനർനിർണയം വേണ്ടെന്ന് തീരുമാനിച്ചു. 2001 മണ്ഡലങ്ങളുടെ അതിർത്തി മാറിയെങ്കിലും എണ്ണത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇപ്പോൾ ഒരിക്കൽ കൂടി പുനർനിർണയത്തിനുള്ള സമയമായിരിക്കുന്നു. 2021 സെൻസസ് നടപടികൾ തുടങ്ങിയിട്ടില്ലെങ്കിലും അടുത്തുതന്നെ ഡീലിമിറ്റേഷൻ പ്രക്രിയ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പലകുറി വ്യക്തമാക്കുകയാണ്. 20 ലക്ഷം പേർക്കായി ഒരു ലോക്സഭാ മണ്ഡലം എന്നത് പുതിയ പുനർനിർണയത്തിന് മാനദണ്ഡമായി പറയുന്നത്. ഇക്കാര്യം കേന്ദ്രം സ്ഥിരീകരിച്ചില്ല എങ്കിലും ഇങ്ങനെയായിരിക്കും